അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാസറാക്ക ഖലീൽ തങ്ങളാപ്പാൻ്റെ വീഡിയോ ഇട്ട് കണ്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ വീഡിയോ ഫുള്ള് നാസറാക്ക് ഇട്ടിട്ടില്ല. ഈ നാസറാക്ക് കേൾക്കിയിട്ട് എന്താണെന്ന് അറിയില്ല, നമ്മൾ കേൾപ്പിച്ച് കൊടുക്കണമല്ലോ. പിന്നെ തങ്ങളാപ്പ പറയണ തന്നെ ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ടെന്നാണ് പറയണത്. അതെന്തേ നാസറാക്കാക്ക് തിരിയാത്തത് കൊണ്ടാണാവോ? നാസറാക്ക പറയട്ടെ. കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിനീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഇയാൾ ഏത് വിഭാഗത്തിൽ പെട്ടെന്നുള്ള എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇയാളെ വിഭാഗത്തിൽ പെട്ട പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ആ വകുപ്പിന് കഞ്ഞി പിടിച്ച് പോണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉത്തരം തരിക. ഇയാൾ പറഞ്ഞതാ ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. അപ്പൊ ഇയാളിപ്പോ ശരിക്കും ഇസ്ലാം എന്ന് പുറത്താവൂലേ? കാരണം അള്ളാഹിനെ വിളിക്കേണ്ടതിന് പകരം ബദരീങ്ങളെ വിളിച്ചാൽ പിന്നെ എത്തി ഇസ്ലാം? അത് അള്ള സഹിക്കോ? അള്ള പൊറുക്കോ? അള്ള പുറത്തു കൊടുക്കോ? നിങ്ങളതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ബാപ്പാനും മാനും ഒഴിവാക്കിയാൽ വല്യാപ്പാനെ വിളിച്ചോട്ടി. വല്യാപ്പാനെ വിളിച്ചാനൊന്നും വരുന്നില്ല നാസറാക്ക. അതിൽ തങ്ങളാവ പറഞ്ഞിട്ട് തവസ്സുലാക്കി. പിന്നെ അതിൽ തന്നെ റബ്ബേ റബ്ബേ എത്ര ഇടം പറയുന്നുണ്ട്. നിങ്ങളെന്താ മനസ്സിലാകാത്തത്? പിന്നെ ഈ ക്ലിപ്പിൻ്റെ ലാസ്റ്റ് കേട്ട നാസറാക്ക നിങ്ങൾ വിഷയം തീരുവേ. ഇതിനെ ലാസ്റ്റ് പറയുന്നുണ്ട് അത്ഭുതകരമായിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തി. നിങ്ങളെ മൗലവിമാർ പറ്റിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ അത് കേൾക്കാതെ പോയത്? എന്നെവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾ എന്റെ കൈവിടല്ലേ. ആ മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ അത്ഭുതകരമാം വിധം അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തിയത്. എങ്ങനെയുണ്ട് നാസറാക്ക? അത്ഭുതകരമായി അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തി. അവിടെ ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ടാണ് തങ്ങൾ വിളിച്ചിട്ടുള്ളത്. നിങ്ങളിതിൻ്റെ കുറച്ച് കേൾപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങളെ മൗലവിമാർ പറ്റിച്ചിരിക്കണ്. അതാണ് വിഷയം. ഇത് ഫുള്ളായിട്ട് കേട്ടപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പറയേണ്ടത് തങ്ങളെ അത്ഭുതകരമായി അള്ളാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തി, അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറയണത് എൻ്റെ ലാസ്റ്റിക്ക്. നിങ്ങൾ അത് കേൾപ്പിച്ചിട്ടില്ല. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബി ആ കണ്ണുമായിട്ട് തങ്ങളുടെ അടുത്തേക്ക് പോവാണ്. തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് അത് വെച്ച് തടവി കൊടുത്തപ്പോൾ ആ കണ്ണ് ഷിഫിയാകുക. പിന്നെ ഒരു പഴയതുപോലെ തന്നെ ആയി, ഒരു പോറിന് ആ കണ്ണിനില്ല. അപ്പോൾ അവിടെ എന്താണ് നിങ്ങളൊരു അഭിപ്രായം? അത് നിങ്ങൾ പറയും. അവിടെ നേരിട്ട് അള്ളാഹിനോട് ആ സ്വഹാബിക്ക് ചോദിച്ചാൽ പോരേനോ? നബി തങ്ങളെ സഹായത്തിന് വിളിക്കാൻ പാടുണ്ടായിരുന്നോ? നിങ്ങൾ അതൊന്ന് പറയണ്ടിട്ടോ അടുത്ത വീഡിയോയിൽ. അതൊന്ന് അറിയാനാണ്. ഓക്കെ.